പോളിടെക്നിക് സ്റ്റുഡൻസിന് മാർച്ച് എൻഡോട് കൂടിയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് S4 S6 സ്റ്റുഡൻസിന്. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സ് അലൈഡ് ബ്രാഞ്ചസിലുള്ള കുട്ടികളുടെ 4th സെമസ്റ്ററിലൊരു കോമൺ പേപ്പറാണ് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അഥവാ LIC എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു 3 വീക്സിലേക്ക് ഒരു PYQ സീരീസാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ LICയിൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതൊരു പ്രീവിയസ് ഒരു 3 വർഷം നമ്മൾ എടുത്താൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അതിൽ ഓപ്പ് ആമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, അതുപോലെ തന്നെ ഓപ്പ് ആമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഷ്മിറ്റ് ട്രിഗർ, അതുപോലെ സമ്മിങ് ആംപ്ലിഫയർ, ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ ഒക്കെയാണ്. അപ്പോൾ ഒരു 2 വീഡിയോസിലൂടെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എക്സ്ക്ലൂസീവ്ലി എക്സാം പോയിൻ്റാണ്. അതായത് ഒരു ഡിപ്ലോമ സ്റ്റുഡൻറ്റിന് 7 മാർക്സ് essay അല്ലെങ്കിൽ 3 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ട മിനിമം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഷ്മിറ്റ് ട്രിഗറിൻ്റെയും അതല്ലെങ്കിൽ വേറെ റിലേറ്റഡ് ടോപ്പിക്സിൻ്റെയും കുറേ എലാബറേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കും. ഇത് എക്സ്ക്ലൂസീവ്ലി എക്സാം പോയിൻ്റാണ്. നമ്മളത് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്നും ഇല്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷ്മിറ്റ് ട്രിഗർ യൂസിങ് ഓപ്പ് ആമ്പ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിനും ചോദിക്കാം, 7 മാർക്കിനും ചോദിക്കാം. 7 മാർക്സിനാണെങ്കിലും 3 മാർക്കിനാണെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ സർക്യൂട്ട് ഡയഗ്രാമും വേവ് ഫോമും വരയ്ക്കണം. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് നോക്കുക. ജസ്റ്റ് ഓപ്പ് ആമ്പിൻ്റെ സിമ്പിൾ വരയ്ക്കുക, മൈനസ് പ്ലസ് കൊടുക്കുക, പ്ലസ് VCC മൈനസ് VCC കൊടുക്കുക, വി ഔട്ടിനുള്ള കൊടുക്കുക, മൈനസ് പ്ലസ്. ഈ ഷ്മിറ്റ് ട്രിഗർ ഇൻവേർട്ടിംഗ് മോഡിലും നോൺ ഇൻവേർട്ടിംഗ് മോഡിലും വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇൻവേർട്ടിംഗ് മോഡിലുള്ള ഷ്മിറ്റ് ട്രിഗറാണ് പഠിക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെസിസ്റ്റർ കൊടുക്കുക, പിന്നെ ഒരു റെസിസ്റ്റർ കൂടി കൊടുക്കുക. ഞാനിവിടെ ഇത് റെസിസ്റ്റർ ഗ്രൗണ്ടാണ് ചെയ്യുന്നത്. പല ടെക്സ്റ്റ് ബുക്സിലും നിങ്ങൾക്ക് ഇവിടെ ഒരു V റെഫറൻസ് വാല്യൂ, വേറൊരു വോൾട്ടേജ് കൊടുക്കുന്ന സർക്യൂട്ട്സും കാണാൻ പറ്റും. ഇങ്ങനെയും നമുക്ക് ഷ്മിറ്റ് ട്രിഗർ പഠിക്കാം. പിന്നെ നമ്മൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണല്ലോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. ഇവിടെ പ്ലസ് VCC കൊടുക്കുക, ഇവിടെ മൈനസ് VCC കൊടുക്കുക, പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റർ വഴി നമ്മളിവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. ഇവിടെ വി ഔട്ട് മാർക്ക് ചെയ്യാം. ലോഡ് റെസിസ്റ്റർ നമുക്ക് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഷ്മിറ്റ് ട്രിഗറിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 3 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷ്മിറ്റ് ട്രിഗർ ഒരു സ്ക്വയറിംഗ് സർക്യൂട്ടാണ്. എന്ത് ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ടിൽ ഒരു സ്ക്വയർ പൾസ് തരുന്ന സർക്യൂട്ടാണ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. കമ്പാരേറ്ററും ഔട്ട്പുട്ടിൽ സ്ക്വയർ പൾസ് തന്നെയാണ് തരിക. പക്ഷേ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എസ്റ്റേബിളും ഔട്ട്പുട്ട് സ്ക്വയർ ആണ് തരിക, പക്ഷേ എസ്റ്റേബിളിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റിന് കൂടെ ആ 2 കാര്യങ്ങളും നോട്ട് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ്, ഷ്മിറ്റ് ട്രിഗർ ഒരു റീജനറേറ്റീവ് കമ്പാരേറ്ററാണ്. റീജനറേറ്റീവ് കമ്പാരേറ്റർ സർക്യൂട്ടാണ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. പിന്നെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് അതിനൊരു ഹിസ്റ്ററിസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടിയും ഉണ്ട്. അതല്ലെങ്കിൽ ബാക്ക്ലാഷ് എന്ന് പറയും. ഇത്രയും 3 പോയിന്റ്സ് ആണ് ഷ്മിറ്റ് ട്രിഗറിനെ പറ്റിയിട്ട് നമ്മൾ മിനിമം എഴുതിയിരിക്കേണ്ടത്. ഓക്കെ, ഇനി സർക്യൂട്ട് നോക്കുക. റെസിസ്റ്റേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ പേര് കൊടുക്കുക. ഇവിടെ R1 R2, ഇതിന് ഞാനിവിടെ R എന്ന് കൊടുത്തു, ഇവിടെ V ഇൻപുട്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ വരുന്ന വോൾട്ടേജിനെ നമുക്ക് V റെഫറൻസ് അഥവാ VR എന്ന് വിളിക്കാം. ഓക്കെ, ഈ VR തന്നെയാണ് ഇവിടേക്ക് വരിക. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? V ഇൻപുട്ട് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അതൊരു റീജനറേറ്റീവ് കമ്പാരേറ്റർ ആണെന്ന്. അപ്പോൾ കമ്പാരേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഈ 2 ടെർമിനൽസിലുള്ള വോൾട്ടേജുകൾ കമ്പയർ ചെയ്തിട്ടാണ് അത് ഔട്ട്പുട്ട് തരിക. അപ്പോൾ V ഇൻപുട്ട് VRനേക്കാളും കുറവായിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ ബി പ്ലസ് VSAT. ഈ ഒറ്റ കോൺസെപ്റ്റ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് റൂൾ എന്ന് പറയുന്നത്. V ഇൻപുട്ട് VRനേക്കാളും കുറവായിരിക്കുന്നിടത്തോളം ഔട്ട്പുട്ട് വിൽ ബി പ്ലസ് VSAT. ഓക്കെ, ഇനി നമ്മൾ നേരെ വേവ് ഫോമും കൂടിയാണ് വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് V ഔട്ട് ഇസ് ഈക്വൽ ടു പ്ലസ് VSAT ആണെന്ന് അസ്യൂം ചെയ്യുക. ഔട്ട്പുട്ട് ഇനീഷ്യലി പ്ലസ് VSATലാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആവുമ്പോൾ വി ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? വി ആർ ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു V0 എന്ന് വരും. അപ്പോൾ V0ൻ്റെ സ്ഥാനത്ത് എന്ത് അപ്ലൈ ചെയ്യാം? ഈ പ്ലസ് വി സാറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി മാറും? വി ആർ ഇസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു പ്ലസ് വി സാറ്റ് എന്ന് വരും. ഓക്കെ, ഇത് നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഈസിനെസ്സിന് R1ഉം R2ഉം ഈക്വൽ ആണെന്ന് എടുക്കാം. രണ്ടും 10K 10K വിചാരിക്കുക. അപ്പോൾ ഇവിടെ 10K ഡിവൈഡഡ് ബൈ 10 പ്ലസ് 10 20K വരും. അപ്പോൾ 1/2 വരും. 1/2 ഇൻറ്റു പ്ലസ് വി സാറ്റ്. അപ്പോൾ ഏകദേശം ഒരു 7.5 വോൾട്ട് ആയിരിക്കും വി ആറിന് വരുന്നത്. ഓക്കെ, ഈ വാല്യൂവിനെ പറയുന്ന പേരാണ് അപ്പർ ത്രഷോൾഡ് പോയിൻ്റ് അഥവാ UTP എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മളിവിടെ UTP മാർക്ക് ചെയ്യാം. അതാണ് VUTP എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഇവിടെ വരുന്ന വാല്യൂ എന്തായിരിക്കും? VUTP ആയിരിക്കും. ഓക്കെ, അതായത് ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആയിരിക്കുന്ന സമയത്ത് വി ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VUTP ആണ്. അപ്പോൾ ഇവിടെ VUTP എന്ന് പറഞ്ഞ വാല്യൂ വരും. ഇവിടെ ഉള്ള ആരാണ്? വി ഇൻപുട്ടാണ്. നമ്മളെ കണ്ടീഷൻ എന്താണ്? വി ഇൻപുട്ട് ലെസ് ദാൻ വി ആർ ആയിരിക്കുമ്പോൾ പ്ലസ് വി സാറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ഏത് വരെ പ്ലസ് വി സാറ്റിൽ ഉണ്ടാവും? ഇൻപുട്ട് ഇവിടെ 0 നിന്ന് ഇവിടെ എത്തുന്നത് വരെ. ഇൻപുട്ട് കുറവാണല്ലോ, അപ്പോൾ അത് പ്ലസ് വി സാറ്റിലാണ് ഉണ്ടാവുക. ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വി ഇൻപുട്ട് വി ആറിനേക്കാളും കൂടുതലായി ഇല്ലേ? അപ്പോൾ ഈ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിൽ നിന്ന് എന്തിലേക്ക് സ്വിച്ച് ചെയ്യും? മൈനസ് വി സാറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. മൈനസ് വി സാറ്റിലേക്ക് നേരെ സ്വിച്ച് ചെയ്യും. ഓക്കെ, ഈ ഒറ്റ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് നോക്കുന്നത്. ഇപ്പം എന്തായി മാറി? മൈനസ് വി സാറ്റായി. അപ്പോൾ ഇനി വി ആറിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ വി ഔട്ട് എന്തായി? ഇപ്പോൾ വി ഔട്ട് മൈനസ് വി സാറ്റായി. വി ആറിൻ്റെ ഇക്വേഷനിൽ പ്ലസ് വി സാറ്റിൻ്റെ സ്ഥാനത്ത് മൈനസ് വി സാറ്റ് ആവും. അപ്പോൾ ഇവിടെ എന്ത് വാല്യൂ വരും? മൈനസ് വാല്യൂയിലേക്ക് വരും, വിച്ച് ഈസ് കോൾഡ് ലോവർ ത്രഷോൾഡ് പോയിൻ്റ് അഥവാ LTP. ഇനി ആ LTP മാർക്ക് ചെയ്യാം. ഇവിടെ ആരായി മാറി? VLTP ആയി മാറി. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് വി ഇൻപുട്ടും VLTPയും കൂടിയാണ് കമ്പയർ ചെയ്യുക. വി ഇൻപുട്ട് VLTPനേക്കാളും കൂടുതലായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് എപ്പോഴും മൈനസ് വി സാറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഈ മൈനസ് വി സാറ്റിൽ നിൽക്കും. എവിടെ വരെ നിൽക്കും? ഈ VLTP എത്തുന്നത് വരെ മൈനസ് വി സാറ്റിൽ തന്നെ തുടരും. വൺസ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ കണ്ടീഷൻ വീണ്ടും ഇതിലേക്ക് മാറും. കണ്ടീഷൻ തിരിച്ച് ഇതിലേക്ക് തന്നെ മാറും. അപ്പോൾ അത് വീണ്ടും പ്ലസ് വി സാറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ നമുക്കൊരു സ്ക്വയർ പൾസ് ഔട്ട്പുട്ടിൽ വരും. VUTP VLTP. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എക്സാം പോയിന്റിൽ ഷ്മിറ്റ് ട്രിഗർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ആപ്ലിക്കേഷൻസ് 1-2 ആപ്ലിക്കേഷൻസും കൂടി അറിഞ്ഞു വെക്കാം. മെയിനായിട്ടുള്ള ഷ്മിറ്റ് ട്രിഗറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേവ് ഷേപ്പിംഗ് ആണ്. അതായത് എന്ത് ടൈപ്പിലുള്ള ഇൻപുട്ട്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ നോയ്സ്, അതിനെ ഒരു സ്വിച്ചിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യും, ഒരു സ്ക്വയർ പൾസിലേക്ക് ഓൺ ഓഫിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് ഷ്മിറ്റ് ട്രിഗറിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.